ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വണ്ടിയിൽ, ഒരു ബൈക്കിൽ എങ്ങനെ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ബൈക്കായാലും ഇപ്പോൾ കാറായാലും ഏകദേശം ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ക്രൂയിസ് കൺട്രോളും ക്വിക്ക് ഷിഫ്റ്റർ, ഓട്ടോ ബ്ലിപ്പർ, റൈഡിംഗ് മോഡ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു മാനുവൽ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യുന്നതിന് ഒരു മിനിമം സ്പീഡും അതുപോലെ തന്നെ മാക്സിമം സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മിനിമം സ്പീഡ് എന്ന് പറയുന്നത് 30 km/h തേർഡ് ഗിയറിൽ, അതാണ് അതിൻ്റെ മിനിമം സ്പീഡ് എന്ന് പറയുന്നത്. മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 6th ഗിയറിൽ 146 km/h ആണ് മാക്സിമം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു ക്രൂയിസ് കൺട്രോളിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. 146 എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് അല്ല കേട്ടോ. ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 250 km/h ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻ ബിറ്റ്വീൻ 30 km/h തേർഡ് ഗിയറിലും അതുപോലെ തന്നെ 146 km/h 6th ഗിയറിലുമാണ് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ ഒരു സ്വിച്ചാണ് ഇതിൻ്റെ ക്രൂയിസ് കൺട്രോൾ സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ബട്ടൺ അമർത്തിയെന്ന് കരുതിയിട്ട് ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഓൺ ആകത്തില്ല. ഇത് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രൂയിസ് കൺട്രോൾ ഒന്ന് എൻഗേജ്ഡ് ആവും. പിന്നെ ഈ അടി കാണുന്ന സെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താലാണ് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഓൺ ആകുന്നത്. അപ്പോൾ അങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ നമ്മൾ ക്രൂയിസ് കൺട്രോൾ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. വണ്ടി എടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്, ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ മിനിമം സ്പീഡ് 30 km/h തേർഡ് ഗിയർ, മാക്സിമം 146 km/h 6th ഗിയറിലുമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ തേർഡ് ഗിയറിൽ 100 km/h ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി അങ്ങ് പൊന്തും, വീലടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 30 km/h ഇട്ടിട്ട് 6th ഗിയറിലൊന്നും സെറ്റ് ചെയ്യാനൊന്നും നിൽക്കാൻ പോയത്, കാരണം അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് വണ്ടിയുടെ എഞ്ചിന് ബാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു ഓപ്പൺ ചെറുതായിട്ട് റോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു ബട്ടൺ എന്ന് പറയുന്നത്. ഞാൻ പ്രസ് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മീറ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രൂയിസ് കൺട്രോളിൻ്റെ എംബ്ലം വരുന്നത്. ഇപ്പോൾ സംഭവം നമ്മൾ ഇവിടെയും വന്നു, ഇവിടെയും വന്നു. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ സെറ്റ് എന്നുള്ളത് ഈ ബാക്കിൽ താഴത്തുള്ള നെക്കി പിടിച്ചാൽ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ 60 km/h സെറ്റായി. ഞാൻ ഇപ്പോൾ കൈ വിട്ടു, വണ്ടി ഇതാ ക്രൂയിസ് കൺട്രോൾ നൈസായിട്ട് ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്പീഡ് ഒന്ന് നമുക്ക് ഒന്ന് കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ മുകളിൽ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 64, 65 നമുക്കൊരു 70 വെച്ചിട്ട് സെറ്റ് ചെയ്തിടാം. അപ്പോൾ അതാ ഞാൻ 70 വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. ഇപ്പോൾ ഇറക്കായതുകൊണ്ടാണ് അങ്ങനെ കുറച്ചൊന്ന് സ്പീഡ് കൂടിപ്പോകുന്നത്. ഉണ്ടാവാം. വളരെ സിമ്പിളാണ് സംഭവം. ഇത്രയേ ഉള്ളൂ നമ്മളെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റവും കാര്യങ്ങളൊക്കെ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ 30 സ്പീഡ് ലിമിറ്റ്, 146 സ്പീഡ് ലിമിറ്റ്, അതുപോലെ തന്നെ ഗിയർ ഇടുമ്പോൾ ഗിയർ റേഷ്യോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്. ഇപ്പോൾ 30 km/h സ്പീഡ് വെച്ചിട്ട് 6th ഗിയറിൽ ഇടാനും പാടില്ല. അതുപോലെ തന്നെ തേർഡ് ഗിയറിൽ ഇട്ടിട്ട് ഒരു 120 ഇട്ടാൽ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം, കാരണം വണ്ടി അങ്ങ് പുള്ള് ചെയ്ത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടി, ഇതിപ്പോൾ ക്രൂയിസ് കൺട്രോൾ കട്ടാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കുക, അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ കട്ടായി. ഞാൻ ജസ്റ്റ് ഒരു ക്ലച്ച് ഒന്ന് അമർത്തിയേ ഉള്ളൂ. ക്രൂയിസ് കൺട്രോൾ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.